ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇന്ന് മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ നാട്ടിലൊക്കെ സാധാരണയായി വെക്കുന്ന അതേ മീൻ കറി തന്നെയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വെക്കുന്നതൊക്കെ തന്നെയാണല്ലോ മീൻ കറി. അപ്പോൾ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇത് പുതിയ ആളുകൾക്ക് ഒക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി വെക്കുക നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി വെക്കുക നോക്കാം. ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചട്ടിയിലേക്ക്. അപ്പോൾ ഇതിന് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോഴേ ഉള്ളൊരു നമുക്ക് മസാലകളും എല്ലാം ഒന്ന് മുങ്ങി നല്ല പോലെ ഒന്ന് മൂത്തൊക്കെ വരാൻ വേണ്ടിയിട്ടുമൊക്കെ കുറച്ച് വെളിച്ചെണ്ണ അത്യാവശ്യം ആവശ്യമുണ്ട്. അതൊക്കെ പിന്നെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ലേശം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ലേശം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഉലുവയും കൂടി ഒരു പിഞ്ച് ഉലുവ കേട്ടോ. രണ്ടും കൂടി നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നല്ലപോലെ മൂപ്പിച്ചെടുക്കുക എണ്ണയിൽ കേട്ടോ. പച്ചമുളക് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, ചെറിയ ഉള്ളിയും വേണം. അപ്പോൾ ഞാൻ നല്ലപോലെ ഇതൊന്ന് നല്ലപോലെ എണ്ണയിൽ മൂത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ വരുമല്ലോ. അപ്പോഴാണ് ഞാൻ പിന്നെ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് നല്ല പോലെ വേണം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും. പിന്നെ ഇത് മൂത്ത് വന്നതിന് ശേഷം ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിൻ്റെ മുന്നേ മൂത്ത് ഒരു സ്മെല്ല് വരുമല്ലോ നല്ലപോലെ. അപ്പോൾ അത് വാടിയതിന് ശേഷം തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് റേഹു, പിന്നെ പുഴയിലെ മീനാണ് കേട്ടോ. റേഹു എന്ന് പറയുന്നത് പിന്നെ കടൽ മത്സ്യമല്ല, അതുപോലെ അയിലയും കൂടി ഇട്ടാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ ഈ റേഹുവിൻ്റെ നല്ല വലിയ തലയൊക്കെ ഉണ്ടാവും. അത് കറി വെക്കാനാണ് നമുക്ക് പറ്റുക, വറക്കാൻ അത് പറ്റില്ല. അപ്പോൾ മസാലയൊന്നും പിടിക്കില്ലല്ലോ. അപ്പോൾ കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് താനും റേഹു മീനിൻ്റെ. അപ്പം അത് രണ്ടും കൂടിയാണ് കറി വെക്കുന്നത് കേട്ടോ. റേഹു നല്ല ടേസ്റ്റിയാണ്, നല്ല മാംസം ഒക്കെ ഉള്ളൊരു മീനാണല്ലോ. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള, അതായത് ഒരു 1.5 ടീസ്പൂൺ പിന്നെ മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും, അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും കൂടി കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഞാൻ കുടംപുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 2 ചെറിയ കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നല്ലപോലെ കഴുകിയിട്ട് വേണം നിങ്ങൾ വെള്ളത്തിലിടാൻ. അതിലെന്തെങ്കിലുമൊക്കെ ഫംഗസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കേണ്ടവർക്ക് അങ്ങനെ ഒഴിക്കുക ഈ സമയത്ത് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ കുടംപുളി ഇട്ടിട്ട് നല്ലപോലെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീനും കൂടിയും ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ഞാനിവിടെ മീൻ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അയിലയും ഉണ്ട്, അതുപോലെ തന്നെ റേഹു എന്ന് പറയുന്ന മീനുമാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നല്ലപോലെ വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുന്നേ നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നില്ല കേട്ടോ കറിയിൽ. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം കറിയിൽ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം ഈ മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് തിളച്ചതിന് ശേഷം നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ. ഞാൻ 1 by 1 ആയിട്ട്. ഉപ്പുണ്ടോയെന്ന് നിങ്ങൾ ഈ കറിയിൽ നല്ലപോലെ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മീനിലേക്ക് ഉപ്പൊക്കെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ റെഡിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കണം, എരിവും എല്ലാം നോക്കണം. അപ്പോൾ എരിവും അത്യാവശ്യം വേണം, പുളിയും വേണം, ഉപ്പും വേണം. അപ്പോഴേ മീൻ കറിയുടെ ആ ഒരു ടേസ്റ്റ്
പുളിയും എല്ലാം കൂടിയായിട്ട് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പിടിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഇന്ന് വെച്ചാൽ ഇത് നാളത്തേക്കാണ് മീൻകറിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് പറയുക കേട്ടോ. മൺകലത്തിൽ തന്നെ വെക്കുക, ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നമ്മൾ മൺകലത്തിൽ തന്നെ വെച്ച് വേണം ഇത് ഓരോ ദിവസവും ചൂടാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു കേടുമില്ലാതെ ഇത് പിന്നെ 3-4 ദിവസമൊക്കെ ഈ മൺചട്ടിയിൽ തന്നെ ഇരിക്കും കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിക്ക് തന്നെ വെക്കാറില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ മീൻ കറിയുടെ ടേസ്റ്റ് പോവും. അതുകൊണ്ട് തന്നെ ഇതേപോലെ മൺചട്ടിയിൽ ഓരോ ദിവസവും അഥവാ ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കി വെക്കാം. 2-3 നേരമൊക്കെ നമ്മൾ ഈ ചട്ടിയിൽ വെച്ച് തന്നെ, അത് ഒഴിക്കാൻ പാടില്ല, ചട്ടിയിൽ വെച്ച് തന്നെ ചൂടാക്കി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ മീൻ കറിയിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ നല്ലപോലെ തിളപ്പിച്ചു. അത് ഇനി നല്ലപോലെ വെന്തോന്ന് നോക്കാം. കയ്യിലിട്ട് വല്ലാതെ അങ്ങ് ഉടയ്ക്കാൻ പാടില്ല. ഇതിപ്പോൾ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ കുലുക്കാൻ പറ്റില്ല കേട്ടോ, അത് വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടിക്ക് വെയിറ്റ് ഉണ്ടാവുകൊണ്ട് നമുക്ക് അടിഭാഗമൊന്നും ഇളകില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ ഇതാ കറിയൊക്കെ ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഇതായി വരുന്നുണ്ട്. വറ്റാൻ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് കേട്ടോ, കുറച്ച് സമയം കൂടി വറ്റാനും ബാക്കിയുണ്ട്. എണ്ണയൊക്കെ നല്ലപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ദാ മീൻകറിയൊക്കെ നല്ല തിളച്ച് കുറുകി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല കുറുകിയ ചാറോട് കൂടിയായിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മീൻ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.